അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളായ ജനത്തോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എല്ലാ വിഷയത്തിൻ്റെയും കേന്ദ്ര ബിന്ദു യേശുക്രിസ്തു തന്നെയായിരുന്നു. എന്നാൽ ഇത് അതിനേക്കാൾ ഒക്കെ സ്വല്പം കൂടി വ്യത്യസ്തമാക്കി കുറച്ചുകൂടി ഡീപ്പായിട്ട്, കുറച്ചുകൂടി ഗഹനമായിട്ട്, കുറച്ചുകൂടി യേശുക്രിസ്തുവിൻ്റെ ആ ആളത്വം ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുണ്ടായിരുന്നതും ഇപ്പോൾ സ്വർഗത്തിലുള്ളതും ഇനി ലഭിച്ചു കഴിഞ്ഞതാണ്, ഇനി വരാൻ പോകുന്നതും ആയിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ലൂടെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യാനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 9 വീഡിയോ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം യേശുക്രിസ്തു തന്നെയാണ് കേന്ദ്രബിന്ദു. പക്ഷേ അതിൽ ഒരു വീഡിയോ ഇങ്ങനെ യേശുക്രിസ്തു, അത് മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം, അവിടെ വേറെ പല വചനങ്ങളും മറ്റു പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം ഉള്ള ഒരു പരിജ്ഞാനം, ഒരു അറിവ്, അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് പ്രസംഗിച്ചാൽ തീരത്തില്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. കാര്യം അത്രയ്ക്ക് ഒരു എന്താ പറയണത്, ഇവിടെയെങ്ങും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അവൻ പ്രപഞ്ച സൃഷ്ടാവാണ്. അവൻ എവിടെയും ഒതുങ്ങില്ല. കാര്യം ഇപ്പം എങ്ങും ഒതുങ്ങാത്ത പ്രപഞ്ച സൃഷ്ടാവൻ, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന. അപ്പം അത് നമുക്ക് മനുഷ്യനെ കൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് അസാധ്യമാണ്. എന്നാലും പരിമിതമായ എൻ്റെ അറിവിൽ യേശുക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കിയത്, ദൈവവചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ഗ്രഹിച്ച കാര്യങ്ങൾ, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കേൾക്കുക, ഗ്രഹിക്കുക, സമർപ്പിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, ഏറ്റെടുക്കുക, അനുസരിക്കുക, പോസിറ്റീവായിട്ട് പ്രതികരിക്കുക, നെഗറ്റീവ് ചിന്തകളെ അകറ്റിക്കളയുക. ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പറയുവാൻ എന്നെയും. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, നമ്മൾ വിശുദ്ധ വേദ പുസ്തകം പഠിക്കുമ്പോഴത്തേക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് ഏകദേശം 2000-ൽ താഴെ പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുണ്ട്. അത് ഇതിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ ഏതാണ്ട് 90% നിറവേറിക്കഴിഞ്ഞതാണ്. ഇനി ഏതാണ്ട് 10% മാത്രമേ നിറവേറപ്പെടാനുള്ളൂ. അതുപോലെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും ഏകദേശം അതുപോലെ തന്നെ 90% നിറവേറിക്കഴിഞ്ഞതാണ്. 10% നിറവേറപ്പെടുവാനുള്ളൂ. അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിലെ പാതിയിലധികം, അതായത് ഇപ്പം 10%-ലുള്ളതിൽ 50%-ലധികം എത്രയും വേഗത്തിൽ തന്നെ നിറവേറപ്പെടും. ബാക്കിയുള്ളത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, ഈ ഭൂമിയിലെ സഹസ്രാബ്ദ വാഴ്ച, അതായത് മിലേനിയം വാഴ്ചയ്ക്ക് ശേഷം അത് നിറവേറപ്പെടും. കാര്യം ദൈവത്തിൻ്റെ വചനം അത് ഒന്നും നിറവേറപ്പെടാതിരിക്കത്തില്ല, എല്ലാം നിറവേറും. അതിന് പുള്ളിക്കോ നീക്കം വരത്തില്ല. അത് കാരണം അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവമാണത് അരുളിച്ചെയ്തിരിക്കുന്നത്, ദൈവമാണത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ നിവൃത്തിയിരിക്കും. കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം
ഇന്ന് വരെയും അത് അക്ഷരാർത്ഥത്തിൽ വിശ്വാസയോഗ്യമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവശേഷിക്കുന്നതും അതുപോലെ തന്നെ നിറവേറപ്പെടുവാൻ കാരണം ഇടയായിത്തീരും. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അറിയുന്നത്, നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചു. പുരുഷനിൽ നിന്നല്ല, സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഇത് ഒരു പ്രവചന നിവൃത്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 5000 വർഷങ്ങൾക്ക് മുൻപ് BC 5000 ബന്ധത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവം പൊടിയിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത് തൻ്റെ ജീവനും ശ്വാസവും പകർന്ന് ജീവനുള്ള ദേഹിയായി തീർന്ന ആദാമിനോട് പറഞ്ഞ വാഗ്ദത്ത നിവൃത്തീകരണമാണ് ഈ സ്ത്രീയിൽ നിന്ന് ജനിച്ച ദൈവപുത്രൻ. ഈ സ്ത്രീയിൽ നിന്ന് ജനിച്ച ദൈവപുത്രൻ എങ്ങനെയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ മറിയയോട്, അതായത് മറിയയോട് പറയുന്ന സ്ത്രീയായ യേശുക്രിസ്തുവിനെ ജനിപ്പിച്ച സ്ത്രീയായ മറിയയോട് പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ആ വചനം വായിക്കാം. വചനം ഞാൻ പല വചനങ്ങളും വായിക്കുന്നില്ല, കാരണം അതിൻ്റെ സമയം ഈ വീഡിയോ 30 മിനിറ്റിൽ ഒതുക്കേണ്ടത് കൊണ്ടാണ് പല വചനങ്ങളും വായിക്കാതെ കൊണ്ട് നമ്മൾ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഈ വചനം നമുക്ക് വായിക്കേണ്ടത് ഒരു അത്യാവശ്യമായതുകൊണ്ട് ആ തിരുവചനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം ആണ് 1-ാം അധ്യായം. അവിടെ 35-ാമത്തെ വചനമാണ്. അപ്പോൾ ഈ കാര്യം ദൂതൻ വന്ന് സ്ത്രീയോട്, അതായത് വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്ന കന്യകയായ മറിയത്തോട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് അറിയിക്കുന്നതാണിത്. അറിയിക്കുമ്പോഴത്തേക്ക് മറിയയുടെ ആ ചോദ്യത്തിന് മറുപടി പറയുകയാണിത്. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതിനെ ദൂതൻ, വചനം ശ്രദ്ധയോടെ കേൾക്കണം. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് സ്ത്രീയിൽ നിന്ന് ദൈവമായ ആ അണ്ഡഘടാകത്തിൽ മുഴുവൻ, അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി വാഴുന്ന ആ അത്യുന്നതനായ ആ മഹാനായ ദൈവം തന്നെത്താൻ ശൂന്യനാക്കി ഒരു ഭ്രൂണത്തിൻ്റെ അത്രയും താണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആ സ്നേഹമാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തൻ്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനടക്കമുള്ള സകല സൃഷ്ടികളെയും എന്ന് തന്നെയാണ് ആ ലോകത്തെ എന്ന് ഉദ്ദേശിക്കുന്നത്. കാര്യം മനുഷ്യൻ്റെ പാപം നിമിത്തം സകല ലോകവും ദൈവിക ശാപത്തിൽപ്പെട്ടുപോയി. അപ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി, അതെല്ലാം സർവ്വതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലോകത്തെ മുഴുവൻ അതിലുള്ള എല്ലാത്തിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പം അത്രയും സ്നേഹം, അപ്പോൾ ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴമാണ് താൻ തന്നെ അത്രയും ഈ മഹത്വവും തേജസ്സും ഈ മഹിമയും ഈ ഉന്നതമായ അവസ്ഥയും എല്ലാം വിട്ട് താണിറങ്ങി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നു, ജഡാവതാരം എടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമ്മൾ ആ ദൈവസ്നേഹത്തെ ഒരിക്കലും നിഷേധിക്കരുത്. കാര്യം അത് നമുക്ക് നിഷേധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ആ കുറ്റത്തിൽ നിന്ന് നമുക്ക് മോചനമില്ലാണ്ടാവും. നമുക്കൊരു രീതിയിലുള്ള ന്യായീകരണങ്ങളും ദൈവസന്നിധിയിൽ പറയാൻ പറ്റില്ല.
അപ്പോൾ ആ ദൈവസ്നേഹത്തെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാമ്പം പാലത്തിൻ്റെ ആ സംഭവം അറിയാമല്ലോ. അവിടെ ഒരു പാമ്പം പാലത്തിൻ്റെ ആ ട്രെയിൻ വരുമ്പോഴത്തേക്ക് പാലം പൊക്കുകയും താത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ്റെ ഏക മകൻ കാര്യം ട്രെയിൻ വന്നപ്പോഴത്തേക്ക് വന്ന സംഭവമൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇപ്പം വിവരിച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏക മകനായിരുന്നു. അപ്പം ഇത്രയും താൻ തന്നെ, ഇത് ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മളെ തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്നത്. അപ്പോൾ അത് നമ്മൾ നിഷേധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ തെറ്റുവഴിയാൻ പറ്റും? ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തെറ്റുവഴിയാൻ പറ്റും? അതുകൊണ്ട് ആ ദൈവസ്നേഹത്തെ നാം ഒരിക്കലും നിഷേധിക്കരുത്. ആ ദൈവസ്നേഹത്തെ നമ്മൾ പോസിറ്റീവായി തന്നെ സമീപിക്കണം. അതിനുള്ള ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ത്രീയിൽ നിന്ന് ദൈവാത്മാവിനാൽ ജനിച്ച ക്രിസ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ആ പറഞ്ഞ വചനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നിരിക്കുന്നു. അതായത് സ്ത്രീയിൽ നിന്ന് ദൈവാത്മാവിനാൽ ജനിച്ച ക്രിസ്തു. ഞാനിപ്പോൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്ന ക്രിസ്തുവിൻ്റെയാണ്. മുഴുവനും അതിൻ്റെ കേന്ദ്രബിന്ദു മുഴുവൻ ക്രിസ്തുവാണ്. മറ്റൊരു വിഷയവും പറയുന്നില്ല. അപ്പം സ്ത്രീകളും ജനിച്ചത്. അപ്പം ഈ ക്രിസ്തുവിൻ്റെ അതിൻ്റെ ആ ക്രിസ്തു ഇപ്പം നമ്മളിപ്പോൾ അക്ഷരികമായിട്ട് ഇവിടെ വന്ന് ജനിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്ന് ജനിച്ചു. ഇനി ഈ ക്രിസ്തുവിനൊരു മുൻ ആസ്തിക്യമുണ്ടായിരുന്നു. അല്ലാണ്ട് ക്രിസ്തു അന്നേരം ഈ 2000 വർഷം മുമ്പ് വന്നയാളല്ല. ഒരു 2000 മുൻപ് ജനിച്ച ആളല്ല. കാര്യം വന്നുമാണ്. സത്യത്തിൽ വരികയല്ല ചെയ്തത്, ജനിക്കുകയല്ല ചെയ്തത്, വരികയാണ് ചെയ്തത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ജനിച്ചതല്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇതിൽ പറയുന്നേ ഉള്ളൂ. പക്ഷെ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഞാൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമ്മൾ സുവിശേഷം 4 സുവിശേഷങ്ങളിലും കർത്താവ് അത് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ വന്നതാണ്, ഇറങ്ങി വന്നതാണ്, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്, എൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നതാണെന്ന് കർത്താവ് യേശുക്രിസ്തു 4 സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പം ക്രിസ്തുവിൻ്റെ ഈ അനാദികാലം, അതായത് പൂർവാസ്തിക്യം എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. കാര്യം അത് അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ ക്രിസ്തു ആരാണെന്നുള്ളതാണ് നമ്മളിപ്പം കുറച്ചൊരു അവബോധം, ക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ അല്പമായ ഒരു അവബോധം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കുക, എൻ്റെ ശ്രോതാക്കളെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനാൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ ദൈവിക സന്ദേശത്തിൽ എൻ്റെ ഒരു ലക്ഷ്യം അതാണ്. അപ്പം ക്രിസ്തു എന്ന് പറയുന്നത് അനാദിയും ശാശ്വതവാനുമാണ്. അനാദിയും ശാശ്വതവാനും. അതായത് അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിക്ക് മുൻപേ ഉള്ളതാണ് അനാദി. സമയങ്ങൾക്ക് ആദി എന്ന് പറയുന്നത് സമയമാണ്, സമയത്തിന് മുൻപേ ഉള്ളവൻ അനാദിയും ശാശ്വതവാനുമായ ദൈവമാണ്. ഇനി ആ അനാദിയും ശാശ്വതവാനുമായ ദൈവം സൃഷ്ടിയിൽ, അതായത് ഭൂമിയുടെ സൃഷ്ടിയിൽ ഒന്നിച്ച് തന്നെയായിരുന്നു. ആദിമഭൂമി എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഭൂമിയല്ല. ആദിമഭൂമി എന്ന് പറയുന്നത് അത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ല, ദൈവം സൃഷ്ടിച്ച ദൂതസംഘം ഉണ്ട്. കോടാനുകോടി ദൂതഗണങ്ങളുണ്ടായിരുന്നു. അതിൽ ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിൽ സേവ ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്. അങ്ങനെ അത് പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിലൊരു ജോലി ചെയ്യുന്നത് ദൈവത്തിനെ രാപകൽ ആരാധിക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സീനിയറായ, അതിൻ്റെ ആരാധനയെ ലീഡ് ചെയ്യുന്നൊരു ദൂതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ലൂസിഫർ. അപ്പോൾ ആ ലൂസിഫർ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഈ ആരാധനയെ സഹായിക്കുന്ന വാദ്യോപകരണങ്ങളും മറ്റു പാട്ടുകളൊക്കെ പാടുന്ന, ആരാധനയെ സഹായിക്കുന്ന മറ്റു നിരവധി ദൂതന്മാരുണ്ട്. അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആദിയിൽ ഭൂമി സൃഷ്ടിച്ചത്. ഇത് നമ്മൾ സങ്കീർത്തനങ്ങളും പഴയ നിയമം പഠിക്കുമ്പോഴത്തേക്ക് സങ്കീർത്തനങ്ങളിലും ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭൂമി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയിലും ഈ ക്രിസ്തു ഉണ്ടായിരുന്നു. കാര്യം ക്രിസ്തു സൃഷ്ടാവായ ദൈവമാണെന്ന്
പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് സൃഷ്ടാവായ ദൈവമാകുന്നുവെന്ന്. ഇനി ഈ രണ്ടാമത്തെ ഭാഗം, അതായത് ഈ ഭൂമിയുടെ ആ ഭൂമി ദൈവം ദൂതന്മാരുടെ ഈ ലൂസിഫറിൻ്റെയും അവൻ്റെ ആശയത്തോട് അനുരൂപപ്പെട്ട ദൂതന്മാരുടെയും പാപം നിമിത്തം അവനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്തു. അവൻ്റെ ഈ ഭൂമിയിലെ വിശ്രമം അവനെ മാറ്റി, അവനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഭൂമിയിൽ നിന്നും മാറ്റി ഈ ഭൂമിയെ വെള്ളത്തിനടിയിലാക്കി. അങ്ങനെ ഈ ഭൂമി വെള്ളത്തിനടിയിലായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് കാണുവാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാമത്തെ ആ ഭൂമി, അപ്പം ഈ ഭൂമിയെയാണ് അതായത് ആദ്യം ദൈവം സൃഷ്ടിച്ച ആ ഭൂമിയെ ഈ വെള്ളത്തിൽ നിന്ന് ദൈവം പൊക്കിയെടുത്തിട്ടാണ് റീക്രിയേറ്റഡ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി ദൈവം റീക്രിയേറ്റഡ് ചെയ്തതാണ്, പുതുതാക്കിയതാണ്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കാണാം ഭൂമിയെ എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്തതെന്നും ഭൂമിയിൽ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും മനുഷ്യൻ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ച അഥവാ പാപം എന്താണെന്നും അതുമൂലം സൃഷ്ടിക്ക് സംഭവിച്ച ശാപങ്ങൾ, ശിക്ഷകൾ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ 1, 2, 3 അധ്യായങ്ങളിലായിട്ട് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം അന്ന് ക്രിസ്തു ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്, നിർമ്മിക്കുക എന്നാണ് പറഞ്ഞത്. നാം നമ്മുടെ സാദൃശ്യത്തിൽ, അപ്പം അവിടെ ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അന്ന് ദൈവമുണ്ട് അവിടെ. ഈ ക്രിസ്തു അന്നുമുണ്ട്, ദൈവമുണ്ട്. അത് ക്രിസ്തു ദൈവമാണത്. കാര്യം അനാദിയിലെ ശാശ്വത കാര്യം. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനിലേക്ക് സകലതുമാകുന്നു, അവനാവുന്നു സർവാധികാരി അവനാവുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അനാദിയിലെ ഉള്ള ആളാണ് ദൈവം, ഈ ദൈവം, അതായത് ക്രിസ്തു അനാദിയിലേ ഉണ്ട്. ഇനി പഴയ നിയമത്തിൽ വെളിപ്പെട്ട് വന്ന യാഹ്വേ എന്നുള്ള വ്യക്തി ക്രിസ്തുവാണത്. അത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട പേരാണ് യാഹ്വേ. അത് പിതാവായ ദൈവമല്ല. യാഹ്വേ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ട പേരാണെന്ന് മാത്രമേ ഉള്ളൂ. അത് പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കാണ് രക്ഷകൻ അഥവാ യേശു എന്ന പേര് വന്നത്. വീണ്ടെടുപ്പുകാരൻ, രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ തൻ്റെ ജാതിയെ, തൻ്റെ ജനത്തെ രക്ഷിക്കുന്നവനാകയാൽ അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അപ്പം ഈ യേശു അന്നും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പം ഈ യേശു എന്ന് പറയുന്ന വ്യക്തി 2000 വർഷങ്ങൾക്ക് മുൻപേ ജനിച്ച വ്യക്തിയല്ല. അദ്ദേഹം അനാദിയിലേ ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. യേശുക്രിസ്തുവിന് ആരംഭമോ അവസാനമോ ഇല്ല. യേശുക്രിസ്തു ദൈവമാണ്, നിത്യനായ ദൈവമാണ്, നിത്യപിതാവാണ്, അത്ഭുത മന്ത്രിയാണ്, രാജാതിരാജാവും കർത്താവും, വീരനാം ദൈവവും അത്ഭുത മന്ത്രിയും നിത്യപിതാവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് അനശ്വരമാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ ബേസിൽ ഓരോരോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പറയാം. ഇപ്പം ഇത്രയും അനാദി കാര്യങ്ങളെക്കുറിച്ച്, അതായത് പൂർവ്വ യേശുക്രിസ്തുവിൻ്റെ പൂർവ്വ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. കാര്യം ഇനി കുറേ അധികം കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ അവിടെ അത് നിർത്തുകയാണ്. ഇനി സ്ത്രീയിൽ നിന്ന് ജനിച്ചു, അതായത് യേശു, ഞാൻ പറഞ്ഞല്ലോ 2000 താഴെ പ്രവചനങ്ങളുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച്. അപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് കിടക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്രവചനങ്ങൾ കിടക്കുന്നുണ്ട്. അതിൽ 650ഓളം പ്രവചനങ്ങളാണ് മെയിൻ പ്രവചനങ്ങളായിട്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ, വേദശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതും കണ്ടെത്തിയിരിക്കുന്നത്, അംഗീകരിക്കുന്നത്. എന്നാൽ അത്രയല്ല, അതിനേക്കാൾ അധികമുണ്ട്. അപ്പോൾ ആ പ്രവചനത്തിൻ്റെ എല്ലാം നിവൃത്തീകരണമാണ്. ക്രിസ്തുവിലാണ് ആ പ്രവചനങ്ങളെല്ലാം നിവൃത്തീകരിക്കുന്നത്. ക്രിസ്തുവിലാണ് നിവൃത്തീകരിച്ചത്, ക്രിസ്തുവിലാണ് നിവൃത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ക്രിസ്തുവിലാണ് നിവൃത്തീകരിക്കാൻ പോകുന്നതും ക്രിസ്തുവിലാണ്. കാര്യം സർവം ക്രിസ്തുവിലാണ്.
ക്രിസ്തുവിനെ കൂടാതെ ഒന്നുമില്ല. ഇനി രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. സ്ത്രീയിൽ നിന്ന് ജനിച്ചു ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ സ്ത്രീയിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ചു. 30 വർഷം മാതാപിതാക്കൾക്ക് വളർത്തു മാതാപിതാക്കൾക്ക് കീഴടങ്ങി അദ്ദേഹം കുടുംബത്തെയും യേശു ജനിച്ചതിന് ശേഷം യേശുവിൻ്റെ വളർത്തുപിതാവായ ഔസേപ്പ് യോസഫ് മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ പിന്നെ ഉത്തരവാദിത്തം മൂത്ത മകനായ യേശുവിനായിരുന്നു. അങ്ങനെ അവർക്ക് 5 സഹോദരന്മാരും 3 4 യാക്കോബ് യോസ 5 മക്കൾ, 3 2 5 മക്കൾ. അപ്പോൾ അത്രയും പേരുണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം യോസഫിൽ മറിയയ്ക്കുണ്ടായ മക്കൾ. അപ്പോൾ അവരെയൊക്കെ പോറ്റി പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ആദ്യജാതനായ അല്ലെങ്കിൽ മൂത്തപുത്രനായ യേശുവിലാണ് വന്നു ചേർന്നത്. അപ്പോൾ യേശു യോസഫിൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരപ്പണിയായിരുന്നു, ആശാരിയായിരുന്നു, തച്ചനായിരുന്നു, കാർപ്പൻ്ററായിരുന്നു. അപ്പം ആ ജോലി യേശുവിനെ അറിയാമായിരുന്നു. അപ്പോൾ ആ ജോലി പിന്നെ തുടർന്നും ചെയ്തുകൊണ്ടാണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ 30 വർഷം യേശുക്രിസ്തു 30 വർഷം ഈ ഭവനത്തിൽ ഈ ജോലികൾ ചെയ്തുകൊണ്ട് ഭവനത്തിനുള്ളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ സമയമായപ്പോൾ, തൻ്റെ നാഴിക വന്നപ്പോഴത്തേക്ക് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ ഉദ്ദേശം, തൻ്റെ സമയമായപ്പോൾ സ്വർഗത്തിൽ തൻ്റെ രാജ്യമായ ദൈവത്തിൻ്റെ രാജ്യത്തിലെ സന്ദേശം അറിയിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. ദൈവരാജ്യ ശുശ്രൂഷ, തൻ്റെ കടമ, തൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു. അത് 3.5 വർഷമാണ് ദൈവം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയിച്ചത്. ആ 3.5 വർഷം ഇങ്ങനെ പ്രസംഗിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. 12 അപ്പസ്തോലന്മാരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. പിന്നെ അതുകൂടാതെ കൊണ്ട് തന്നെ നിരവധി ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ നിന്നാണ് 12 പേരെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. യേശുക്രിസ്തുവിന് ശേഷം ആ ജോലികൾ ദൈവരാജ്യത്തെക്കുറിച്ച് ലോക ജനത്തോട് അറിയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് പ്രധാനപ്പെട്ട വേറെ ഉണ്ട്, കുറേ അധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. രഹസ്യവും പരസ്യവും രാത്രിയിലെ ശിഷ്യന്മാരൊക്കെ ഒത്തിരി നിരവധി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തത് ഈ 12 പേരെയാണ്. അതിലൊരുത്തനാണ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. യൂദാസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ജീവിച്ചു ഇവിടെ വന്നു. അത് കഴിഞ്ഞ് തൻ്റെ ആ ദൗത്യം, പ്രധാനപ്പെട്ട ദൗത്യം, അതായത് മനുഷ്യവർഗത്തിൻ്റെ, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടായ താൻ തന്നെ യാഗമായി തീരുന്ന ആ മഹാലക്ഷ്യം, തൻ്റെ ജന്മ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസഹായുടെ ദിനം, വ്യാഴാഴ്ച പെസഹ, യഹൂദന്മാരുടെ, ഇസ്രായേൽ ജനം ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പെസഹ, കടന്നുപോക്കെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പെസഹ ആചരണ ശേഷം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒലിവുമലയ്ക്ക് താഴെയുള്ള തോട്ടത്തിലേക്ക് പോയി. അവിടെ ഗദസമന എന്ന സ്ഥലത്ത്, ആ തോട്ടത്തിന് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഗദസമന തോട്ടം എന്ന് തന്നെ പറയുന്നത്. ആ ഗദസമന തോട്ടത്തിൻ്റെ ഒരു സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു നിരന്തരം പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ മനുഷ്യവർഗത്തിൻ്റെ സകല പാപവും ദൈവത്തിൻ്റെ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുന്നത്, തലയിൽ വയ്ക്കുന്നത്, അതായത് ശിരസിൽ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് അതിൻ്റെ ആ തീക്ഷ്ണത അനുഭവിപ്പാൻ പറ്റാത്തത്ര വേദനയായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വിയർപ്പ് സുഷിരങ്ങളിലൂടെ രക്തം പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട ശിക്ഷയാണ് യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തത്. മനുഷ്യവർഗം, നാം അടക്കമുള്ള മനുഷ്യവർഗം ഇതിന് ലഭിക്കേണ്ട ശിക്ഷ ദൈവമായിരുന്ന മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു ഏറ്റെടുത്തത്.
അതാണ് അത്രയും ആ യാതന, അത്രയും അത് നമ്മൾ മനുഷ്യൻ്റെ മനസ്സിന് കാര്യം ശാസ്ത്രം കണ്ടുപിടിച്ചു ആ അവസ്ഥ എന്താണെന്നുള്ളത്. പക്ഷേ അവർക്കും അത് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇത് കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒരു നിഗമനത്തിലെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണാവസ്ഥ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ രക്തം, വെള്ളം, വിയർപ്പ് കണങ്ങൾ, വിയർപ്പ് സുഷിരങ്ങളിലൂടെ പുറത്ത് വന്നെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ പറ്റും. കാര്യം മനുഷ്യനെ കൊണ്ട് അത് അസാധ്യം. അത്രമാത്രം ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവമാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവം. ദൈവം പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പാപത്തോടുള്ള ഒരു മനോഭാവമാണ് അവിടെ കാണുന്നത്, ആ ശിക്ഷ. അപ്പോൾ അവിടെ ആ ശിക്ഷ അവിടെ അനുഭവിച്ചു. അങ്ങനെ ആ ക്രൂശീകരണത്തിൻ്റെ ആരംഭമാണ്, അവിടെ നിന്നാടുന്ന ആരംഭം. അപ്പോൾ അത് അങ്ങനെ ആ വേദന സഹിച്ച് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഒരു ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹൃദയത്തിന് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പരസഹായം കൂടാതെ ആ മനുഷ്യന് പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് ആ ക്രൂശീകരണം അത് ഫലപ്രദമായിട്ട് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം ക്രൂശീകരണം നടന്നു. ആ സമയം മുതൽ, അതായത് ഈ പ്രാർത്ഥന മുതൽ ഇങ്ങോട്ട് ഏകദേശം 12, 24, 24, 6, 30, 34, 38 മണിക്കൂറോളം, 40 മണിക്കൂറോളം ആ പീഡനങ്ങളിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തു കടന്നുപോയത്. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടു. ഇതിനിടയിൽ ഒത്തിരിയേറെ നിരവധിയായ ശാരീരിക, മാനസിക, ആത്മീയ പീഡനങ്ങളുണ്ടായി. അസഹനീയമായ പീഡനങ്ങളുണ്ടായി. ചാട്ടവാറിൻ്റെയൊക്കെ അടിയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അടിയാണ്. താടി രോമങ്ങൾ, മീശയൊക്കെ പറിച്ചെടുത്ത്, കൊടിലുകൊണ്ടും കൈ കൊണ്ടുമൊക്കെ പറിച്ചെടുത്തു. മുൾമുടി ധരിപ്പിച്ചു. കണ്ണിൽ കൂടി ശിരസിലേക്ക്, തലയോട്ടിലേക്ക് ചൂഴ്ന്നിറങ്ങിയ മുള്ള് കണ്ണിൽ ഉള്ളിലേക്ക് വന്നപ്പോൾ കൺമണി, ഒരു കണ്ണിൻ്റെ കൺമണി വെളിയിലേക്ക് തള്ളി വരുവാൻ തൊക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ അത്രയ്ക്ക് കാര്യം കണ്ടാൽ ആളല്ല, ഇതൊരു മനുഷ്യനല്ല എന്ന്, മനുഷ്യനാണോ ആരാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ദേഹോപദ്രവവും മാനസിക പീഡനവുമാണ് യേശുക്രിസ്തു ഏറ്റത്. ഈ ഗദസമന മുതൽ ഇങ്ങോട്ട് ക്രൂശീകരണം വരെ. ക്രൂശിൽ തറയ്ക്കുമ്പോഴത്തേക്കാണെങ്കിലും ക്രൂശുമായിട്ട് 1.5 കിലോമീറ്ററോളം വരണം. ഈ വിധി നടന്നടുത്തുനിന്ന്, ക്രൂശീകരണത്തിന് വിധിച്ചടുത്തുനിന്ന് 1.5 കിലോമീറ്ററോളമുണ്ട് ഗൊൽഗോഥ എന്ന തലയോട്ടിടം എന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ക്രൂശും കൊണ്ട് വരുമ്പോൾ 3 പ്രാവശ്യം നിലത്ത് വീഴുന്നുണ്ട്, ക്രൂശുമായിട്ട് നിലത്ത് വീഴുന്നുണ്ട്. അപ്പോഴൊക്കെ അനുഭവിച്ച യാതനകൾ, പീഡനങ്ങൾ, ശരീര പീഡനങ്ങൾ, മാനസിക പീഡനങ്ങളൊക്കെ വളരെ വലുതാണ്. അതെന്തിനു വേണ്ടി? അദ്ദേഹം പാപം ചെയ്തിട്ടല്ല. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപം അദ്ദേഹം വഹിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം അനുഭവിച്ച് തീർക്കുകയായിരുന്നു. സ്വശരീരത്തിൽ, സ്വപ്രാണനിൽ അനുഭവിച്ച് തീർക്കുകയായിരുന്നു. അത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളോടുള്ള സ്നേഹമാണ്. അപ്പം നമ്മൾ ഈ സ്നേഹത്തെ, ഈ ദൈവസ്നേഹത്തെ നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. അപ്പോൾ അങ്ങനെ ആ ക്രൂശീകരണ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ 6 മണിക്കൂർ ക്രൂശിച്ചു. 6 മണിക്കൂർ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നു, യാതന അനുഭവിച്ച്, പീഡനം അനുഭവിച്ച് 6 മണിക്കൂർ കിടന്നു. ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഈ കൈയും കാലും ഇങ്ങനെ ക്രൂശിച്ചിങ്ങനെ ആണികളാൽ തറക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഓരോ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും വളരെ വേദനയാണ്. വളരെ വേദനയെന്ന് പറഞ്ഞാൽ വളരെ വേദനയാണ്. ആ വേദന സഹിച്ചുകൊണ്ട് 6 മണിക്കൂർ ശ്വാസം എടുത്തു. 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ, സ്വർഗത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. മരിക്കുകയല്ല ചെയ്തത്, ഏൽപ്പിച്ചു കൊടുത്ത് ആ ജഡം ആ ക്രൂശിൽ തലയായിക്കുക ചെയ്തത്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അതുപോലെ തന്നെ ആ ആത്മാവിനെ തിരികെയും പ്രാപിച്ചു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആ ക്രൂശീകരണം അവിടെ നടന്നു. യേശുക്രിസ്തു ക്രൂശീകരണത്തിൽ നടന്നു. ഇനി ആ ക്രൂശീകരണം നടന്നു, ആ ദൈവത്തിൻ്റെ നീതി പൂർത്തീകരിച്ചു. പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ് സകലതും നിവൃത്തിയായി. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടുന്ന സകല കാര്യങ്ങളും നിവൃത്തീകരിച്ചിരിക്കുന്നു. ഇനി പാപപരിഹാരത്തിനായി യാതൊരു ബലിയും, യാതൊരു കർമ്മങ്ങളും, കർമാചാരങ്ങളും ആവശ്യമില്ല എന്നുള്ള അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സകലതും നിവൃത്തിയായെന്നുള്ള വാക്ക് പറഞ്ഞ് യേശുക്രിസ്തു ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സകലതും നിവൃത്തിയായി, ടെസ്റ്റിലെസ്റ്റായി. അപ്പം അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ആ കാര്യം ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം യാഗം പൂർത്തിയാക്കി. ദൈവം ആ ശരീരത്തെ അടക്കം ചെയ്തു. കല്ലറ, അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന നിക്കോദിമോസിൻ്റെ ആ കല്ലറയിൽ, പുതിയ കല്ലറയിൽ തന്നെ അടക്കം ചെയ്തു.
അടക്കം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് മൂന്നാം ദിവസമല്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞുവെങ്കിലും കർത്താവായ യേശുക്രിസ്തു അവിടെ അടക്കം ചെയ്തതിന് ശേഷം, ആ ശരീരം അവിടെ അടക്കം ചെയ്തതിന് ശേഷം അദ്ദേഹം ആത്മാവിൽ, അതായത് തൻ്റെ ആത്മശരീരത്തിൽ നേരെ കടന്നുപോയത് പഴയ നിയമ വിശുദ്ധന്മാരുടെ അടുക്കലേക്കാണ്, പാതാളത്തിലേക്കാണ് കടന്നുപോയത്. പഴയ നിയമ വിശുദ്ധന്മാരുടെ അടുക്കൽ. അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരുടെ അടുക്കൽ കടന്നുപോയി, ഞാനാണ് നിങ്ങൾ വിശ്വസിച്ച യേശുക്രിസ്തു. നിങ്ങൾ യാഗങ്ങൾ കഴിച്ചല്ലോ, പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞ യാഗങ്ങൾ കഴിച്ചല്ലോ. ആ യാഗം മൃഗമായ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് ഞാനാണ് എന്നുള്ള സുവിശേഷം അവരോട് അറിയിച്ച് പഴയ നിയമ വിശുദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് വെളിയിൽ വരുമ്പോഴാണ് മറിയയെ കാണുന്നത്. മഗ്ദലേനക്കാരത്തി മറിയ വെളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ സന്നദ്ധിയിൽ കയറിപ്പോയിട്ടില്ല. അപ്പോൾ അത് കയറി വരുന്ന, ആ പാതാളത്തിൽ പോയി പഴയ നിയമ വിശുദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് വരുന്ന വരവിലാണ് മറിയയെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ സംഭവം അതാണ്. അപ്പോൾ അങ്ങനെ മൂന്നാം ദിവസം പിന്നെ കല്ലറ ഭേദിച്ച്, ഞാൻ ഇതിലൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കല്ലറ ഭേദിച്ച് മൂന്നാം ദിവസം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നു. അത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച ഒരു പതിവ് പറഞ്ഞതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഒരു കല്ലറയും ഭേദിച്ചില്ല, ഒരു മുദ്രയും പൊട്ടിച്ചില്ല. അത് ദൂതൻ വന്ന് ചെയ്ത പരിപാടിയാണ്. കർത്താവായ യേശുക്രിസ്തു അതിനു മുമ്പേ ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹം പുറത്ത് വന്നിരുന്നു. കാര്യം അവിടെ ട്രാൻസ്പെറൻറ്റ് ശരീരമാണ്. ഉയർത്തെഴുന്നേറ്റ ശരീരം എന്ന് പറയുന്ന ആത്മശരീരമാണ്. അദ്ദേഹത്തിന് പിന്നെ കല്ലറയുടെ വാതിലോ അല്ലെങ്കിൽ മുദ്രയൊന്നും അവിടെ വിഷയമല്ല അദ്ദേഹത്തിന്. അപ്പം അത് കല്ലറയുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇവർക്ക് വിശ്വാസം വരാനായിട്ട്, കടന്നു വന്ന ഈ ശിഷ്യന്മാർക്ക്, ലോകജനത്തിന് വിശ്വാസം വരാനായിട്ട് ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി, മുദ്ര പൊട്ടിച്ച് ദൈവമയച്ച ദൂതൻ വന്ന് മുദ്ര പൊട്ടിച്ച് കല്ലുരുട്ടി മാറ്റിയെന്നേ ഉള്ളൂ. അതിനു മുമ്പേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരുന്നു. അപ്പം ആ ഉദ്ധിതനായ ക്രിസ്തു, അത് നമ്മൾ വിശ്വസിക്കുക. അത് ചരിത്രം BC എന്നും AD എന്നും BC എന്നും രണ്ടായി ചരിത്രത്തെ വിഭാഗിച്ച സന്ദർഭമാണത്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ ക്രിസ്തു. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു അത് കഴിഞ്ഞ് 40 ദിവസം ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷരായി, അവരെ പഠിപ്പിച്ച് ഉപദേശിച്ച് അങ്ങനെ നടന്നു. പലർക്കും പ്രത്യക്ഷനായി. അത് കഴിഞ്ഞ് 500-ലധികം പേർ നോക്കി നിൽക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു 40-ാം ദിവസം ഒലിവ് മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നത്. സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി മധ്യസ്ഥനായിരിക്കുക. ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏകനാമമായ മധ്യസ്ഥനായിട്ട് മധ്യസ്ഥം ചെയ്യുന്ന ഒരു ജോലിയാണ്, ഒരു വക്കീലിൻ്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്ന ഒരു ജോലി. രണ്ടാമത്തെ ജോലി, ക്രിസ്തുയേശുവിൻ്റെ യാഗത്തെ, പാപമോചന യാഗത്തെ അംഗീകരിച്ച് ഏറ്റുപറയുന്ന ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധരായ ദൈവമക്കളായവർക്ക് വേണ്ടി അവർക്ക് സ്വർഗത്തിൽ താമസിക്കുന്നതിന് വേണ്ടി ഭവനമൊരുക്കുന്നൊരു ജോലിയും കൂടിയാണ്. ഈ 2 ജോലിയാണ് ഇപ്പോൾ നിലവിൽ പ്രസൻറ്റ് സമയത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാം. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ പ്രസൻറ്റ് എന്ത് ചെയ്യുന്ന അറിയാമല്ല. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരും. അത് യേശുക്രിസ്തു തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മടങ്ങി വരുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മടങ്ങി വരുമെന്ന്. ഈ പറഞ്ഞ പോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മടങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ദൂതന്മാർ പറയുന്നുണ്ട്, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. പിന്നെ പ്രവചനങ്ങളുണ്ട് ധാരാളം. ഇനി നിവൃത്തിയിരിക്കാനുള്ള പ്രവചനങ്ങളെപ്പെട്ട പഴയ നിയമ പ്രവചനങ്ങളുണ്ട് അതിനകത്ത്. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഈ വീണ്ടും മടങ്ങി വരുന്നത് ഇനി യാഗം കഴിക്കാനോ യാഗാർപ്പിക്കാനോ ഒന്നുമല്ല ഇനി മടങ്ങി വരുന്നത്. അതായത് തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ, തൻ്റെ താൻ അർപ്പിച്ച യാഗത്തെ അംഗീകരിച്ച് വിശുദ്ധരായി തീർന്ന ദൈവമക്കളെ
ദൈവത്തിൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ് ഇനി വരുന്നത്. അങ്ങനെ ചേർത്ത് അവർക്ക് പ്രതിഫലം കൊടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് സാത്താനെ നീക്കം ചെയ്ത്, ലൂസിഫറിനെയും ദൂതന്മാരെയും നീക്കം ചെയ്തതിന് ശേഷം, താൽക്കാലികമായിട്ട് നീക്കം ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ യേശുക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവും വീരനാം ദൈവവും അത്ഭുത മന്ത്രിയും നിത്യരാജാവുമായിട്ട് 1000 ആണ്ട് വാണരുളും, ഏകാധിപതിയായിട്ട് വാണരുളും. അപ്പോൾ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ ജോലി ചെയ്ത, ദൈവസേവ ചെയ്ത ദൈവത്തിൻ്റെ അഭിഷിക്തർ, ദൈവപുരുഷന്മാർ ഈ ഭൂമിയിൽ നാട്ടുരാജാക്കന്മാരായ അവരുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം, അവരുടെ വിശ്വസ്തതയുടെ മാനദണ്ഡത്തിനനുസരിച്ച് നാട്ടുരാജാക്കന്മാരായ അവർ യേശുക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴും. 1000 ആണ്ട്. അത് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിനോട് കൂടെയുള്ളവരും ട്രാൻസ്പെറൻറ്റ്, രൂപാന്തരപ്പെട്ട ശരീരമുള്ളവരായിരിക്കും. തേസ്കരിക്കപ്പെട്ട, രൂപാന്തരപ്പെട്ട, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ശരീരമുള്ളവരായിരിക്കും. അതായത് ആത്മശരീരമായിരിക്കും. ആത്മശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം തന്നെ രൂപാന്തരപ്പെടുന്നതാണത്. ഈ മനുഷ്യ ശരീരം തന്നെ രൂപാന്തരപ്പെടുന്നതാണ്. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്ന് മാത്രം. തേജസ്സുള്ളതായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ നിമിഷാർദ്ധത്തിൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നിമിഷം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെത്താം. അതാണ് അതിൻ്റെ ആ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. അടച്ചിട്ട മുറിയിൽ വരാനും വെളിയിൽ പോകാനും ഒക്കെ ഒന്നിനും അതിന് തടസ്സങ്ങളൊന്നുമില്ല. അതാണ് ആത്മശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള ആ ജനവും പിന്നെ അന്ന് അവശേഷിക്കുന്ന ആ യുദ്ധത്തിന് ശേഷം അവശേഷിക്കുന്ന ജനത്തെയാണ് ഭരിക്കുന്നത്. ഈ യേശുക്രിസ്തു 1000 ആണ്ട് ഭരിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവും വിശുദ്ധരായ ജനവും ചേർന്നുകൊണ്ട്, രാജകീയ പുരോഹിത വർഗവും ചേർന്നുകൊണ്ട്, ദൈവസഭയിലെ രാജകീയ പുരോഹിത വർഗവും ചേർന്നുകൊണ്ട് ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിടുമ്പോഴത്തേക്ക് പിന്നെ ഗോഗ് മാഗോഗ് യുദ്ധം, അവസാനത്തെ അന്ത്യയുദ്ധം. ആ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താലുള്ള അഗ്നിയാൽ, ആ വാളിനാൽ അവരെല്ലാവരും കൊല്ലപ്പെട്ട് ഈ ഭൂമിയെയും ഈ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ അഗ്നിയാൽ ശുദ്ധീകരിക്കും. അഗ്നിയാൽ ശുദ്ധീകരിച്ചതിന് ശേഷം ഈ പുതിയ ഭൂമിയും പുതിയ ആകാശവും നിലവിൽ വരും. പുതിയ ഭൂമിയും പുതിയ ആകാശവും നിലവിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും സ്വർഗീയ ജെറുസലേം, യേശുക്രിസ്തു ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ജെറുസലേം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും ഇറങ്ങി വരും. ഇറങ്ങി വന്ന അന്നാണ് ഇമ്മാനുവേൽ, ദൈവത്തിൻ്റെ ആ മനസ്സിലെ പദ്ധതി പൂർത്തീകരിക്കുന്ന അന്നാണ്. ഇമ്മാനുവേൽ എന്നുള്ള ആ ദൈവിക ഉദ്ദേശത്തിൻ്റെ സാഫല്യം അന്നാണ്. ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ അർത്ഥത്തിൽ, അതായത് സർവശക്തനായ ദൈവത്തോടുകൂടെ ഈ സ്വർഗീയ ജെറുസലേമിൽ, പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും സ്വർഗീയ ജെറുസലേമിൽ അങ്ങനെ നിത്യതയിൽ കഴിയുകയാണ്. നിത്യതയിൽ, അതിന് പിന്നെ അവസാനമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവസ്നേഹത്തെ നിഷേധിച്ച, ഈ സുവിശേഷത്തെ നിഷേധിച്ച, സുവിശേഷത്തിനോട് നെഗറ്റീവായിട്ട് പ്രതികരിച്ചവർ നിത്യനരകത്തിലും, പിശാചിനും സാത്താനും അവൻ്റെ സൈന്യത്തിനുമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നിത്യനരകത്തിലേക്കും പോകും. ഈ സുവിശേഷത്തിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചവർ ദൈവത്തോടുകൂടെ, തൻ്റെ സൃഷ്ടാവായ ദൈവത്തോടുകൂടെ സ്വർഗീയ ജെറുസലേമിൽ, പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും നിത്യയുഗം, അവസാനമില്ലാത്ത നിത്യതയിൽ പ്രവേശിച്ച യുഗങ്ങളങ്ങനെ, ആ നിത്യയുഗമല്ല, ആ നിത്യതയിൽ അങ്ങനെ വാഴും. ഇതാണ് പര്യവസാനം. ഇങ്ങനെ ഈ സമയത്ത് യേശുക്രിസ്തുവാണ് ഈ പുതിയ യെരുസലേമിൻ്റെ സൂര്യനായിട്ട് നിൽക്കുന്നത്. യേശുക്രിസ്തുവാണ് പുതിയ യെരുസലേമിൻ്റെ സൂര്യനായിട്ട് ആ പുതിയ യെരുസലേമിനെ, ആ പുതിയ ഭൂമിയിലും പുതിയ യെരുസലേമിലും ആ ഇതിൽ വന്നിരിക്കുന്ന, അവിടെ പ്രകാശിക്കുന്നത് യേശുക്രിസ്തു എന്ന സൂര്യനാണ് അവിടെ പ്രകാശിക്കുന്നത്. അവിടെ രാവും പകലുമില്ല, രാത്രിയും പകലുമില്ല, എപ്പോഴും ഈ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ബൈബിൾ സംബന്ധമായ, വിശുദ്ധ വേദപുസ്തക സംബന്ധമായിട്ടുള്ള ആദ്യോടന്തമായിട്ടുള്ള ഒരു ചെറിയ വിവരണം ഇതാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഭാഗം കൂടിയുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു അടുത്ത ഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ സമയം 30 മിനിറ്റ് കഴിഞ്ഞ് 40 മിനിറ്റ് ആകാൻ പോകുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്ന. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം. ഇതിൻ്റെ പുറകെ തന്നെ ആ രണ്ടാമത്തെ വീഡിയോയും ഉണ്ടാകും. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അത് കഴിഞ്ഞ് നമ്മുടെ സദ്വാർത്ത സ്വർഗീയ ന്യൂസ്, ദൈവിക ദൂത്, ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ, അത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സന്ദേശത്തിൻ്റെ പര്യവസാനത്തിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ സന്ദേശം കൂടി നിങ്ങൾ കേൾക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. ഈ ദൈവസ്നേഹത്തെ നിങ്ങൾ നിഷേധിക്കരുത്. നിങ്ങളുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ നിങ്ങൾ നിഷേധിക്കരുത്. ദൈവവചനത്തോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കരുത്, പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തട്ടെ. അടുത്ത വീഡിയോ കേൾക്കാൻ മറക്കരുത്, കാണുവാനും കേൾക്കുവാനും മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്മകൾ നേരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവേ, വേഗം വരണമേ.